നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം എന്നത് കേവലം ശാരീരികമായ ഒരു അവസ്ഥ മാത്രമല്ല, നമ്മുടെ മനസ്സും ശരീരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് മനസ്സും ആരോഗ്യവും. ഒന്ന് മോശമാകുമ്പോൾ മറ്റൊന്നിനെയും അത് പ്രതികൂലമായി ബാധിക്കാം. ഈ വീഡിയോയിലൂടെ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യവും നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യവും തമ്മിലുള്ള അവിഭാജ്യ ബന്ധത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമ്മളുടെ ചിന്തകളും വികാരങ്ങളും നമ്മുടെ ശരീരത്തെ പലതരത്തിൽ സ്വാധീനിക്കുന്നു. ഉത്കണ്ഠയും സമ്മർദ്ദവും നമ്മുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും രക്തസമ്മർദ്ദം കൂട്ടുകയും ചെയ്യാം. ദീർഘകാലത്തെ സമ്മർദ്ദം ദഹന പ്രശ്നങ്ങൾക്കും രോഗപ്രതിരോധ ശേഷി കുറയുന്നതിനും കാരണമായേക്കാം. മറുവശത്ത് സന്തോഷവും സമാധാനവും നമ്മുടെ ശരീരത്തിന് ഊർജം നൽകുകയും രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്തുകയും അതുവഴി നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും സ്വാധീനിക്കുകയും ചെയ്യുന്നു. ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത് നമ്മുടെ മാനസികാവസ്ഥ നമ്മുടെ ഹോർമോണുകളുടെ നാഡീവ്യവസ്ഥയെയും സ്വാധീനിക്കുന്നു എന്നാണ്. സന്തോഷം പോലുള്ള നല്ല വികാരങ്ങൾ എൻഡോർഫിൻ പോലുള്ള ഹോർമോണുകൾ പുറപ്പെടുവിക്കുകയും അത് വേദന കുറയ്ക്കുകയും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ ദീർഘകാലത്തെ ദുഃഖം അല്ലെങ്കിൽ ഉത്കണ്ഠ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകളുടെ അളവ് വർദ്ധിപ്പിക്കുകയും അത് ശരീരത്തിലെ പല പ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന നിരവധി ലളിതമായ വഴികളുണ്ട്. ദിവസവും കുറച്ചു സമയം ധ്യാനിക്കുന്നതും യോഗ ചെയ്യുന്നതും മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കും. പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുന്നതും നമ്മുടെ വികാരങ്ങൾ പങ്കുവയ്ക്കുന്നതും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. നമുക്ക് സന്തോഷം നൽകുന്ന ഹോബികളിൽ ഏർപ്പെടുന്നതും പുസ്തകങ്ങൾ വായിക്കുന്നതും സംഗീതം കേൾക്കുന്നതും മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനുള്ള നല്ല വഴികളാണ്. ദിവസവും കുറച്ചു സമയം പ്രകൃതിയിൽ ചെലവഴിക്കുന്നതും ശുദ്ധമായ കാറ്റ് ശ്വസിക്കുന്നതും മനസ്സിന് ഉന്മേഷം നൽകും. മെഡിറ്റേഷൻ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനും വർത്തമാനകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും. ഇത് ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കാൻ വളരെ ഫലപ്രദമാണ്. യോഗ എന്നത് മനസ്സിനെയും ശരീരത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു വ്യായാമ രീതിയാണ്. അത് ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം മാനസികമായ ശാന്തതയും നൽകുന്നു. നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ മാനസികാരോഗ്യത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും നല്ല ബന്ധം പുലർത്തുന്നത് ഏകാന്തതയും വിഷാദവും കുറയ്ക്കാൻ സഹായിക്കും. ശാരീരിക ആരോഗ്യം മാനസികാരോഗ്യത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു നോക്കാം. ശാരീരിക ആരോഗ്യം നമ്മുടെ മാനസികാരോഗ്യത്തെയും ഗണ്യമായി സ്വാധീനിക്കുന്നുണ്ട്. പതിവായ വ്യായാമം തലച്ചോറിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും എൻഡോർഫിൻ പോലുള്ള നല്ല ഹോർമോണുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഇത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുകയും അത് തലച്ചോറിന്റെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുകയും ചെയ്യും. അതുപോലെ ദിവസവും 7 മുതൽ 8 മണിക്കൂർ നന്നായി ഉറങ്ങുന്നത് നമ്മുടെ മാനസികാവസ്ഥയെയും ഓർമ്മശക്തിയെയും ഏകാഗ്രതയെയും മെച്ചപ്പെടുത്തും. പതിവായ വ്യായാമം വിഷാദരോഗം, ഉത്കണ്ഠ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ അടങ്ങിയ സമീകൃത ആഹാരം കഴിക്കുന്നത് നമ്മുടെ മാനസികാവസ്ഥയെ സ്ഥിരപ്പെടുത്താനും ഊർജം നൽകാനും സഹായിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഉറക്കമില്ലായ്മ നമ്മുടെ മാനസികാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുകയും ദേഷ്യം, അസ്വസ്ഥത, ഏകാഗ്രതക്കുറവ് എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. മാനസികാരോഗ്യവും ജീവിതശൈലിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. നമ്മുടെ ജീവിതശൈലി നമ്മുടെ മാനസികാരോഗ്യത്തിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും അമിതമായി ഉപയോഗിക്കുന്നത് ഏകാന്തത വർദ്ധിപ്പിക്കാനും ഉറക്കത്തെ തടസ്സപ്പെടുത്താനും താരതമ്യ ചിന്തകൾ വളർത്താനും കാരണമാകും. പകരം പ്രിയപ്പെട്ടവരുമായി നേരിട്ട് സംസാരിക്കുന്നതും ഹോബികൾക്കായി സമയം കണ്ടെത്തുന്നതും സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതും മാനസികാരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശീലങ്ങൾ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. സോഷ്യൽ മീഡിയയിലെ താരതമ്യപ്പെടുത്തലുകൾ ആത്മവിശ്വാസം കുറയ്ക്കുകയും അസൂയ പോലുള്ള നെഗറ്റീവ് വികാരങ്ങൾ വളർത്തുകയും ചെയ്യും. പുകവലിയും മദ്യപാനവും തലച്ചോറിന്റെ പ്രവർത്തനത്തെ താൽക്കാലികമായി ഉത്തേജിപ്പിക്കാമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ അവ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. നമ്മുടെ വികാരങ്ങളും മാനസികാവസ്ഥയും ഹോർമോൺ ഉൽപാദനത്തെ സ്വാധീനിക്കും. സന്തോഷം, സ്നേഹം തുടങ്ങിയ നല്ല വികാരങ്ങൾ അനുഭവിക്കുമ്പോൾ എൻഡോർഫിൻ, സെറോട്ടോണിൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു.
ഇവ വേദന കുറയ്ക്കുകയും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ സമ്മർദ്ദം, ഭയം തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങൾ കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകളുടെ അളവ് വർദ്ധിപ്പിക്കുകയും ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മാനസിക സമ്മർദ്ദം നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തും. ദീർഘകാല സമ്മർദ്ദം ശരീരത്തിൽ പല രീതിയിൽ ബാധിക്കും. സന്തോഷവും നല്ല മാനസികാവസ്ഥയും രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കും. ശാരീരിക രോഗങ്ങൾ നമ്മുടെ മാനസികാവസ്ഥയെയും ബാധിക്കാം. വിട്ടുമാറാത്ത വേദന, ഗുരുതരമായ രോഗങ്ങൾ എന്നിവ വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. കൃത്യസമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയവയുടെ ഉപയോഗം ഒഴിവാക്കുക. ശരിയായ ശ്വസന വ്യായാമങ്ങൾ, മസാജ്, ഇഷ്ടപ്പെട്ട സംഗീതം കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക എന്നത് പ്രധാനമാണ്. യാത്രകൾ പോകുന്നത്, സിനിമ കാണുന്നത്, കൂട്ടുകാരുമായി സമയം ചെലവഴിക്കുന്നത് എന്നിവ മാനസികോല്ലാസത്തിന് സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം കണ്ടെത്തുന്നത് നിങ്ങൾക്ക് പ്രചോദനം നൽകുകയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇതൊരു തൊഴിൽപരമായ ലക്ഷ്യമാകാം, സാമൂഹികപരമായ ലക്ഷ്യമാകാം, അല്ലെങ്കിൽ വ്യക്തിപരമായ വളർച്ചയുമായി ബന്ധപ്പെട്ട ലക്ഷ്യമാകാം. സഹായം തേടേണ്ടത് എപ്പോഴാണ്? മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആർക്കും വരാം. നിങ്ങൾക്ക് അമിതമായ ദുഃഖം, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ, ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെയോ മാനസികാരോഗ്യ വിദഗ്ധനെയോ കാണാൻ മടിക്കരുത്. ഇതൊരു ബലഹീനതയല്ല. സഹായം തേടുന്നത് ശക്തിയുടെ ലക്ഷണമാണ്. നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുക. ആവശ്യമായ സഹായം തേടുക. മാനസികാരോഗ്യ വിദഗ്ധർക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ശരിയായ ചികിത്സ നൽകാനും കഴിയും. തുടക്കത്തിൽ തന്നെ ചികിത്സ തേടുന്നത് വളരെയധികം ഗുണം ചെയ്യും. കാരണമില്ലാതെ ദുഃഖം തോന്നുക, ദീർഘകാലമായി സന്തോഷമില്ലായ്മ അനുഭവപ്പെടുക, കാര്യങ്ങളിൽ താല്പര്യമില്ലാതിരിക്കുക, അമിതമായി ഉറങ്ങുക അല്ലെങ്കിൽ ഉറക്കം വരാതിരിക്കുക, വിശപ്പ് കൂടുകയോ കുറയുകയോ ചെയ്യുക, കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ഓർമ്മക്കുറവ്, ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് പോലും അമിതമായി ഉത്കണ്ഠപ്പെടുക, അകാരണമായ ഭയം തോന്നുക, സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ തോന്നുക, സാമൂഹിക ഇടപെടലുകൾ ഒഴിവാക്കുക, ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുക, ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഉടൻ തന്നെ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ സമീപിക്കണം. ഓർക്കുക, നിങ്ങളുടെ മനസ്സും ശരീരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തെ പരിപാലിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുക. ആരോഗ്യകരമായ ഒരു മനസ്സോടെ ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.